വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ചേർത്തുപിടിച്ച് 24. ഇന്നലെ കൽപ്പറ്റയിൽ നടന്ന പ്രേക്ഷകരുടെ വയനാട് ജില്ലാ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കൂട്ടായ്മയായി മാറുകയായിരുന്നു. ദുരന്തബാധിത മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുൾപ്പെടെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 3 കോടി രൂപ നൽകും. 25 വീടുകളും 30 പേർക്ക് ജോലിയും നൽകുമെന്ന് പ്രഖ്യാപിച്ച് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും ഫ്ലവേഴ്സിന്റെയും ചെയർമാൻ ഗോകുലം ഗോപാലൻ. ഭാവി ഇരുളടയുമോ എന്ന് ആശങ്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും തൊഴിൽ രഹിതർക്കും 24 വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനം വെളിച്ചമായി. 24 കണക്റ്റിന്റെ എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് സുമനസ്സുകളുടെ സഹായ പ്രവാഹം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വക ആശുപത്രി നിർമ്മാണത്തിന് 3 കോടി രൂപ സഹായം. താലൂക്ക് ആശുപത്രിയിലും PHCയിലും പ്രത്യേക ബ്ലോക്ക് നിർമ്മിക്കും. വിദ്യാഭ്യാസത്തിനും സഹായമുണ്ടാകും. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24 ഫ്ലവേഴ്സുമായിട്ട് ചേർന്ന് 3 കോടിയുടെ സഹായം ഒരു പ്രോജക്റ്റിന് വേണ്ടി നൽകാമെന്നാണ് ആദ്യം പറഞ്ഞത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന രീതിയിലാണ് 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും ഫ്ലവേഴ്സിന്റെയും ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു. 30 പേർക്ക് തൊഴിൽ നൽകും. ആരുമില്ലാത്ത 10 പേരെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു. 25 വീടുകളുടെ കൂടെ തന്നെ ഇവിടെ ജോലിയില്ലാത്ത കുറേ പിള്ളേരുണ്ട്. ആ ജോലിയില്ലാത്ത പിള്ളേർക്ക് 10-30 പേർക്ക് 24 എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. 24 എന്ന രീതി, അതായത് അത്യാവശ്യമായി തൊഴിൽ വേണ്ട 30 പേർക്ക് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഗോപാലേട്ടൻ ജോലി കൊടുക്കും. വിദ്യാഭ്യാസത്തിനും ഉപജീവനത്തിനുമൊക്കെയായി ഒട്ടേറെ സഹായങ്ങളുമായി സുമനസ്സുകൾ രംഗത്തെത്തി. മുഹമ്മദ് ഹാനി മിടുക്കനാണ്. അവന് മുന്നോട്ടേക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അവന് മുന്നോട്ടേക്കുള്ള പഠിക്കാനുള്ള പഠന ചെലവ് നമ്മൾ ഫ്ലവേഴ്സ് 24 ഏറ്റെടുക്കുകയാണ്. എത്ര വരെ ആ കുട്ടി പഠിക്കുന്നോ അത്ര വരെ ഫ്ലവേഴ്സും 24ഉം ചേർന്ന് ഈ കുട്ടിയെ പഠിപ്പിക്കും. കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം. സൈന്യം ഉൾപ്പെടെ മുണ്ടക്കൈ രക്ഷാദൌത്യത്തിൽ കൈമെയ് മറന്ന് പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ 24 അവതാരകർ പ്രേക്ഷകരുമായി സംവദിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ടീം 24 വയനാട്.